ഹായ് ഫ്രണ്ട്സ്, പാനൽ കട്ട് ചുരിദാറിൻ്റെ കട്ടിംഗ് വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കട്ടിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിലേ അതൊന്ന് കണ്ടു നോക്കണേ. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വളരെ എളുപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണത്. ഞാനതിൽ സകലതും, അതായത് A to Z വരെ അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നത് ലൈനിങ് തുണിയിലാണ്. ലൈനിങ് തുണി ജോയിൻ ചെയ്യണം, അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും ജോയിൻറ്റ് വരുന്നുണ്ട്, ജോയിൻ ചെയ്യണം. നമ്മളിവിടെ ഫ്രണ്ടിൽ 3 പീസും ബാക്കിൽ 3 പീസുമായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ പോർഷൻ ഇതേപോലെ കൃത്യമായിട്ട് വെച്ച് കൊടുത്ത് അത് മുഴുവനായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വെട്ടാനുള്ളതാണ്. നമ്മളവിടെ ഇൻറ്റു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കറക്റ്റായിട്ടാണോ വെക്കുന്നതെന്ന്, അതായത് അപ്പുറത്തും ഇപ്പുറത്തും വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ബാക്കിലത്തത് ഫ്രണ്ടിലും വരും, ഫ്രണ്ടിലത്തത് ബാക്കിലും പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് 2 വശത്തും ഇൻറ്റു മാർക്ക് ഉള്ളതാണോ വെക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ എന്ത് തന്നെ തയ്ക്കുമ്പോഴും ഞാനിതുപോലെ കാണിക്കുന്നത് പോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചൊരിക്കലും തയ്ക്കരുത്. നോർമലായിട്ട് നമ്മൾ കൈവിട്ട് തയ്ച്ചെടുക്കുക. കാരണം പിടിച്ച് വലിച്ച് തയ്ക്കുമ്പോഴത്തേക്കും ഈ തുണിക്ക് ഒരു വലിവ് വരും. നമ്മൾ തയ്ച്ചതെല്ലാം ശേഷം നമ്മളത് നിവർത്തി നോക്കുമ്പോഴത്തേക്കും അവിടെ ചുളിവുകൾ കാണും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് പിടിച്ച് വലിക്കാതെ നോർമലായിട്ട് അങ്ങ് അടിച്ചു പോവുക. അങ്ങനെ നമ്മൾ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ ഭാഗവും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. നോക്കിക്കേ, 2 പോർഷനും നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്, ഒരു ചുളിവും അങ്ങനെ വന്നിട്ടില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് പുറത്തുകൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം, പതിച്ചടിക്കാനായിട്ട്. പക്ഷേ ഞാനത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടേത് നെറ്റിൻ്റെ തുണിയാണ്. അപ്പോൾ ആ നെറ്റ് തുണിയിൽ അത് ട്രാൻസ്പെറൻ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ തയ്ക്കുന്നതിന് മുൻപ് തന്നെ 2 ഭാഗവും നല്ലതുപോലെ അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പതിച്ചടിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും, നല്ല നീറ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഈ സ്റ്റിച്ചിങ് മാത്രം പോരാ കേട്ടോ. ഈ സ്റ്റിച്ചിങ് നമ്മൾ എന്ത് ചെയ്താലും അതൊന്ന് അയൺ ചെയ്ത് കൂടി ചെയ്ത് നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് കിട്ടും. കസ്റ്റമർ ഹാപ്പി, നമ്മൾ ഹാപ്പി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ലൈനിങ്ങിൻ്റെയും മെയിൻ മെറ്റീരിയലിൻ്റെയും ജോയിനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കൈക്കുഴി കുഴിച്ച് വെട്ടുന്നത്, അതായത് രണ്ടും മാറിപ്പോകരുത്, പീസല്ലേ. അപ്പോൾ ഫ്രണ്ടിലത്തത് ചിലപ്പം ബാക്കിൽ വരും, ബാക്കിലത്തത് ചിലപ്പോൾ ഫ്രണ്ടിൽ വരും. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഇൻറ്റു മാർക്കിട്ട് വെച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നേ. അപ്പോൾ അത് നമ്മളിനി കുഴിച്ച് വെട്ടാൻ പോവുകയാണ്. അപ്പം ഞാൻ മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും ഒരേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം കൈക്കുഴി വെട്ടിയെടുക്കുകയാണേ. അങ്ങനെ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, 2 ലൈനിങ്ങിൻ്റെ പീസ് ഒരേപോലെ ആക്കിയതിന് ശേഷം നെക്ക് വെട്ടിയെടുക്കുവാണ്. നെക്ക് ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ വെട്ടുന്നത്. കസ്റ്റമർ പറഞ്ഞേക്കുന്നത് ട്രാൻസ്പെറൻറ്റ് നെക്ക് വേണമെന്നാണ്. അതായത് നെറ്റ് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിലും ലൈനിങ് തുണി താഴേക്ക് നിൽക്കുന്ന രീതിയിലുമാണ് നമ്മൾ ഈ നെക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കാവേ. ഇവിടെ നമുക്ക് വൈഡ് നെക്കാണ് വേണ്ടത്, കാരണം ട്രാൻസ്പെറൻറ്റ് നെക്കാണ് വേണ്ടതെന്നല്ലേ പറഞ്ഞത്. അപ്പം നമുക്ക് ലൈനിങ് നല്ല വൈഡായിട്ടുള്ള നെക്കും നെറ്റ് നല്ല അടഞ്ഞതുപോലെ ഇരിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ വീതി 4.5യും നെക്കിൻ്റെ ഇറക്കം 6ഉമാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഷേപ്പിംഗ് സ്കെയിൽ വെച്ച് ഇതുപോലെ നമുക്ക് ബോട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇത് നോർമലായിട്ട് വരച്ചെടുത്താലും മതി, വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. അറിയാമെങ്കിൽ ഇതുപോലെ കൈവച്ച് നമുക്ക് നോർമലായിട്ട് വരച്ചെടുക്കാം. അതല്ലെങ്കിൽ ഷേപ്പിംഗ് ടൂൾ വെച്ച് തന്നെ നമുക്കിത് വരച്ച് മാറ്റാം. ഇനി നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലും നെക്കൊന്ന് മെഷർമെൻറ്റ് ചെയ്യാം. മുൻപിലത്തെയും ബാക്കിലത്തെയും മെഷർമെൻറ്റ് ഒരേ അളവായതുകൊണ്ട് നമുക്ക് 2 തുണിയും ഒരുപോലെ സെറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം മെഷർമെൻറ്റ് എടുക്കാവേ. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കം 4.5യും
അതിൻ്റെ കഴുത്തിൻ്റെ വീതി 3 എടുത്തിട്ടുള്ളത്. ഇത് നോർമലായിട്ടുള്ള ഒരു ബോട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റാണ്. നമുക്കിനി ഇത് ഒരു ബോക്സ് ആക്കിയതിന് ശേഷം ഷേപ്പിംഗ് സ്കെയിൽ വെച്ച് നമുക്കൊരു ബോട്ട് നെക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കഴുത്തൊന്ന് വെട്ടി മാറ്റാം. ഇനി നമ്മൾ ഇവിടെ ക്യാൻവാസിൽ നമ്മുടെ ലൈനിങ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ലൈനിങ്ങിൽ നമ്മളെടുത്ത അതേ മെഷർമെൻറ്റിലാണ് ക്യാൻവാസും നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് നമ്മുടെ ലൈനിങ്ങിലേക്ക് വെച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല ഇതിന്. അതുകൊണ്ട് ഞാൻ ഈ ക്യാൻവാസും ആ ലൈനിങ് തുണിയും കൂടെ ഒരു പിൻ വെച്ച് മുഴുവനും പിൻ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് പിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ട് വേണം നമ്മളിത് അടിക്കാനായിട്ട്. അപ്പം ഞാൻ ഇത് മൊത്തം പിൻ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. അങ്ങനെ നമ്മൾ പിൻ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അകത്തോട്ട് കയറ്റി വെച്ച് തയ്ക്കരുത്, എന്നാൽ ഒരുപാട് പുറത്തോട്ടും വെച്ച് തയ്ക്കരുത്. 1/4 ഇഞ്ച് വിട്ടിൽ വേണം ഈ നെക്ക് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ആ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുവേ. അങ്ങനെ നമ്മൾ ആ നെക്ക് ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നെക്ക് കട്ട് ചെയ്ത് മാറ്റുവാണേ. ക്യാൻവാസിൻ്റെ അടുത്തുകൂടി വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അകത്തോട്ടും കയറ്റരുത്, പുറത്തോട്ടും ഇറക്കരുത്. കറക്റ്റ് ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് മാറ്റണേ. അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആ ക്യാൻവാസിൽ ചെറിയ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ തുണി ക്യാൻവാസ് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ചെറിയൊരു കട്ടിങ് കൊടുക്കാവേ. കട്ടിങ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ കട്ടിങ് വീഴാൻ പാടില്ല. അങ്ങനെ കട്ടിങ് വീഴുവാണെങ്കിൽ പിന്നെ അവിടുത്തെ സ്റ്റിച്ച് വീണ്ടും നമ്മൾ അടിക്കേണ്ടി വരും. അപ്പം സ്റ്റിച്ചിങ്ങിൽ കട്ടിങ് വീഴാതെ പതുക്കെ സാവധാനത്തിൽ അത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മളിത് പതിച്ചടിക്കാൻ പോവുകയാണേ. നമ്മൾ ക്യാൻവാസിൻ്റെ പുറത്തു കൂടി വേണം നമ്മളിങ്ങനെ പതിച്ചടിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ലൈനിങ് തുണിയിലല്ല ഈ സ്റ്റിച്ചിങ് വീഴേണ്ടത്, ക്യാൻവാസിലായിരിക്കണം സ്റ്റിച്ചിങ് വീഴേണ്ടത്. എന്നാലേ നമുക്ക് നീറ്റായിട്ടുള്ളൊരു നെക്ക് ലഭിക്കത്തുള്ളൂ. ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നത് പോലെ ക്യാൻവാസ് പതുക്കെ മലർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ പതുക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ക്യാൻവാസ് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം അയൺ ബോക്സ് വെച്ച് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി സ്റ്റിച്ചിങ് ഇല്ലാത്ത നെക്ക് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അതിൻ്റെ വീഡിയോ ഞാൻ മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അത് നമ്മൾ കഴുത്ത് വെട്ടി വെച്ചിട്ടുണ്ട്, ആ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. തുണിയുടെ നല്ല വശം ചേർത്ത് വേണം ക്രോസ് പീസ് വെച്ച് അടിക്കേണ്ടത്. അപ്പം നമ്മൾ നെക്ക് അടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് പതിച്ചടിച്ച് കൊടുക്കുവാണ്. നമ്മൾ നേരത്തെ ക്യാൻവാസ് പതിച്ചടിച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഈ ക്രോസ് പീസും പതിച്ചടിക്കാൻ പോവാണ്. നമ്മൾ പതിച്ചടിക്കുമ്പോഴത്തേക്കും മെയിൻ ഫാബ്രിക്കിൽ തയ്യൽ വീഴാൻ പാടില്ല. ആ ക്രോസ് പീസ് നല്ലതുപോലെ പിടിച്ച് മലർത്തി വെച്ചതിന് ശേഷം അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെ ക്രോസ് പീസ് അടിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലൊരു ബോറാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കതൊരു കംഫർട്ടായിട്ട് തോന്നത്തില്ല. ചിലവരത് അങ്ങനെ അടിച്ചെടുക്കാറുണ്ട്. ഞാൻ പക്ഷേ അത് എമ്മിങ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എമ്മിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്താണ്. അപ്പോൾ നമ്മളിതൊന്ന് എമ്മിങ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ എമ്മിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ലൈനിങ്ങും മെയിൻ മെറ്റീരിയലുമാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മളിവിടെ ട്രാൻസ്പെറൻറ്റ് നെക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും അളവ് വ്യത്യാസമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീടാണ് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്.
കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടി നമുക്കിങ്ങനെ ഒന്ന് അടിച്ചെടുക്കാവേ. 4 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കൈക്കുഴി മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് അടിച്ചു വെക്കാം. കാരണം നമ്മൾ സ്ലീവ് അടിക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ജോർജറ്റ് മെറ്റീരിയൽ അല്ലേ, നമ്മൾ അടിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ നമുക്കിങ്ങനെ ഒന്ന് അടിച്ച് ജോയിൻ ചെയ്ത് വെക്കാവേ. ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ജോർജറ്റ് മെറ്റീരിയൽ നമുക്ക് നമ്മുടെ കൈക്ക് ഒതുങ്ങണമെന്നില്ല. അപ്പം ഇങ്ങനെ അടിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്ലീവ് അടിച്ചെടുക്കാൻ പറ്റുമേ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ്. നല്ല വശത്തിൻ്റെ പുറത്ത് നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാവേ. രണ്ട് ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. സ്ലീവിൻ്റെ താഴ്വശം ഒരു 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു മടക്കം കൂടെ മടക്കി അത് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുവാണ്. 2 സ്ലീവും നമ്മൾ അതുപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കുവാണ്. ഇനി നമ്മൾ സ്ലീവ് ഷോൾഡറിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് സ്ലീവ് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കട്ട് ചെയ്ത് കൊടുക്കാവേ. ആ കട്ട് ചെയ്ത പോയിൻ്റ് വേണം നമ്മളുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ തയ്ച്ച് വരുവാണെങ്കിൽ നമ്മൾ സ്ലീവ് തയ്ച്ച് വരുമ്പോഴത്തേക്കും ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവില്ല. സാധാരണ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ സ്ലീവ് താഴോട്ട് വരും, അല്ലെങ്കിൽ സ്ലീവ് തികയാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇതിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ ജോയിൻറ്റിൽ അത് സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. സ്ലീവ് എല്ലാം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 2 വശവും കൂടെ ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുരിദാർ ഓപ്പോസിറ്റായിട്ട് തിരിച്ചിട്ടതിന് ശേഷം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഷേപ്പിൽ കൂടെ, അതായത് നമ്മൾ ബോഡി മെഷർമെൻറ്റ് ചെയ്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കൂടെ ഒരിക്കലും ആദ്യത്തെ സ്റ്റിച്ച് അടിച്ചു വരരുത്. ആദ്യം നമ്മൾ സൈഡിൽ കൂടെ ഒരു ജോയിൻറ്റ് അടിച്ചതിന് ശേഷം പിന്നീടാണ് നമ്മൾ ഷേപ്പ് അടിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തു വരാം. ആദ്യത്തെ ഈ സ്റ്റിച്ചിങ് അടിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ബോഡി മെഷർമെൻറ്റ് ചെയ്തതിൽ ഷേപ്പ്, അതായത് വേസ്റ്റ് അളവെടുത്ത് 14 ഇഞ്ച് അളവിൽ വേസ്റ്റ് റൗണ്ടിൽ നമ്മളൊരു അളവെടുത്തിട്ടുണ്ടായിരുന്നു. ആ 14 ഇഞ്ചിൻ്റെ ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ വേണം ഈ സ്റ്റിച്ച് വന്ന് നിൽക്കാനായിട്ട്. കാരണം ഇത് സ്ലിറ്റഡ് ചുരിദാർ അല്ലല്ലോ, ഇത് അനാർക്കലി, അതായത് എലൈൻ കുർത്തി പോലത്തതാണ്. എലൈൻ കുർത്തി ആയാലും അനാർക്കലി ആയാലും ഏത് തന്നെ ആയാലും ഒരുമിച്ച് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഒരുമിച്ച് വെച്ച് ഫുള്ളായിട്ട് അതായത് എൻഡ് വരെയും അടിച്ച് വരരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാം കൂടി ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയില്ല, അത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ അടിക്കുമ്പോഴാണ് കുറച്ച് ഫ്ലെയർ ആയിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മളിപ്പം ലൈനിങ്ങോട് കൂടി ചേർത്ത് വെച്ച് അടിക്കുവാണെങ്കിൽ അതിങ്ങനെ പറ്റി കിടക്കും. ആ ലൈനിങ് എത്രത്തോളം വികസിക്കുമോ അങ്ങനെ മാത്രമേ മെയിൻ മെറ്റീരിയലും വികസിക്കത്തുള്ളൂ, അത് ഫ്ലെയർ ആയിട്ട് കിടക്കത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ രണ്ടും 2 സ്റ്റിച്ചായിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് 2 ഫ്ലെയർ ആയിട്ട് കിട്ടും. കാരണം നമ്മുടെ ലൈനിങ് തുണി കുറവും മെയിൻ മെറ്റീരിയൽ കൂടുതലുമാണ്. അപ്പോൾ 2 ഫ്ലെയർ ആയിട്ട് അടിച്ചാൽ മാത്രമേ മെയിൻ മെറ്റീരിയലിൻ്റെ ഫ്ലെയർ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങളും കൺഫ്യൂസ് ആകും, ഞാനും കൺഫ്യൂസ് ആകും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ 2 സ്റ്റിച്ചായിട്ട് അടിച്ചെടുക്കുക. ആദ്യം മെയിൻ മെറ്റീരിയൽ അടിച്ചെടുത്തതിന് ശേഷം അത് അകത്തോട്ട് മാറ്റിയതിന് ശേഷം ലൈനിങ് മെറ്റീരിയൽ പുറത്തോട്ട് വലിച്ചു വെച്ചിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സൈഡ് ജോയിനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴെ മടക്കി അടിക്കണം. ഇതിലും താഴെ നമ്മൾ അടിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് ഇതുപോലെ 1/4 ഇഞ്ച് വീതിക്ക് മടക്കി അടിക്കുകയാണ്. ഞാൻ ലൈനിങ് മാത്രമേ ഇവിടെ മടക്കി അടിക്കുന്നുള്ളൂ. മെയിൻ ക്ലോത്തിൽ റോളിംഗ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ക്ലോത്ത് നമുക്ക് റോളിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ റോളിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. റോളിംഗ് സ്റ്റിച്ച് നല്ല ഒരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ. റോളിംഗ് സ്റ്റിച്ച് ആണെങ്കിൽ നമ്മൾ മടക്കി അടിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഫ്ലെയറിൽ കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഈ റോളിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.